ഒരാളിൽ ശൈത്വാനീയത്തായ ശർറ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ആദ്യമായി ചെയ്യേണ്ടത് എല്ലാ സമയത്തും വുളൂഇലായി നിലകൊള്ളുക എന്നുള്ളതാണ്. എല്ലാ സമയത്തും അവൻ വുളൂഇലായി നിൽക്കുക. വുളൂഅ് മുറിയുന്ന സമയത്ത് വീണ്ടും നമ്മൾ വുളൂഇനെ മാറ്റിയെടുക്കുക. ഇങ്ങനെ എല്ലാ സമയത്തും വുളൂഓടുകൂടി ഇരിക്കുമ്പോൾ ഒരിക്കലും ശൈത്താന് നമ്മുടെ ശരീരത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ സാധ്യമല്ല. ഇതുപോലെ തന്നെ ഒരാളിൽ ശൈത്വാനീയത്തായ ശർറ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ അടയാളങ്ങളും ലക്ഷണങ്ങളും നിങ്ങളിൽ ഉണ്ടെങ്കിൽ ശൈത്വാനീയത്തായ ശർറ്, ശൈത്വാനീയത്തായ ബാധ നിങ്ങളിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിന് നമ്മൾ ചെയ്യേണ്ട പ്രതിവിധി 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെ അവതരിക്കപ്പെട്ട സൂറത്തുണ്ട്, പരിശുദ്ധമായ സൂറത്തുൽ അൻആം. സൂറത്തുൽ അൻആമിനെ നമ്മൾ പാരായണം ചെയ്യണം ഒരു തവണ. അതിൻ്റെ തൊട്ടു മുമ്പായി 7 ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്ത് ഒരു തവണ സൂറത്തുൽ അൻആം പാരായണം ചെയ്തതിൻ്റെ ശേഷം 7 ആയത്തുകളുള്ള അൽഹാക്കുമുത് തകാസുർ, സൂറത്തു തകാസുറിനെ 7 തവണ പാരായണം ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹുവിൻ്റെ ദിക്റിലായി നമ്മൾ നിലകൊള്ളുക. എല്ലാ സമയത്തും നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ, ദിക്ർ ചൊല്ലുന്ന സമയത്ത് ശൈത്വാന് നമ്മുടെ ശരീരത്തിൽ നിൽക്കാൻ സാധിക്കുകയില്ല. ശൈത്വാൻ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു കാര്യമാണ് ദിക്ർ ചൊല്ലുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്വാനീയത്തായ സകലമാന പ്രയാസങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ ശൈത്വാൻ ആദ്യമായി തകർത്ത് കളയുക. ഒരാളിൽ ശൈത്വാനീയത്തായ ശർറ് ബാധിച്ചു കഴിഞ്ഞാൽ ആദ്യമായി അവൻ തകർക്കുന്നത് കുടുംബ ബന്ധങ്ങളെയായിരിക്കും. ഒരാളിൽ ശൈത്വാനീയത്തിൻ്റെ ബാധ ഏറ്റുകഴിഞ്ഞാൽ ആ പിശാച് ആദ്യം തകർക്കുന്നത് കുടുംബജീവിതത്തിനെയായിരിക്കും, പിന്നെ സാമ്പത്തിക നിലയായിരിക്കും. ഇങ്ങനെ ഓരോ നിഅമത്തുകളെ തകർത്ത് അവസാനം അവൻ്റെ ജീവിതം ഒന്നുമല്ലാത്ത രൂപത്തിലാക്കി തീർക്കും. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പ്രതിവിധിയാണ് നമ്മൾ ഈ മജ്ലിസിൽ പറഞ്ഞത്. അത് പൂർണ്ണമായി സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഒരു പാർട്ട് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ശേഷം വരുന്നുണ്ട്. അത് മുഴുവനായി കണ്ടാലാണ് ഒരാളിൽ ശൈത്വാനീയത്തായ ബാധ ഏറ്റിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ.